ഓഗസ്റ്റ് 18 മുതൽ 29 വരെ സിറോ മലബാർ സഭയുടെ 33ാമത് സിനഡിൻ്റെ 2ാം സമ്മേളനം സഭയുടെ ആസ്ഥാന കാര്യാലയമായ മൗണ്ട് സെൻറ്റ് തോമസിൽ വെച്ച് നടത്തപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിൻ്റെ സർക്കുലറിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ. മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, സിറോ മലബാർ സഭയുടെ 33ാമത് സിനഡിൻ്റെ 2ാം സമ്മേളനം 2025 ഓഗസ്റ്റ് 18 മുതൽ 29 വരെ സഭയുടെ ആസ്ഥാന കാര്യാലയമായ മൗണ്ട് സെൻറ്റ് തോമസിൽ നടക്കുകയുണ്ടായി. സിറോ മലബാർ സഭയെ ഏറെ സ്നേഹിക്കുകയും സഭയുടെ വളർച്ചയ്ക്കായി പുതിയ സാധ്യതകൾ തുറന്നു തരികയും ചെയ്ത പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ വിയോഗവും പൗരസ്ത്യ സഭകളുടെ ദൗത്യത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളുള്ള ലിയോ 14 പാപ്പായുടെ സ്ഥാനാരോഹണവും ആദരവോടെ അനുസ്മരിച്ചുകൊണ്ടാണ് സിനഡ് സമ്മേളനം ആരംഭിച്ചത്. പ്രതിസന്ധികളും വെല്ലുവിളികളും ഏറെയാണെങ്കിലും നമ്മുടെ കർത്താവ് നമ്മെ ഭരമേൽപ്പിച്ച ദൗത്യ നിർവഹണത്തിനായി അക്ഷീണം പരിശ്രമിക്കാൻ സഭ കടപ്പെട്ടിരിക്കുന്നുവെന്ന തിരിച്ചറിവോടെയാണ് പിതാക്കന്മാർ പ്രാർത്ഥനയിലും പരിചിന്തനങ്ങളിലും മുഴുകിയത്. നാനാത്വത്തിൽ ഏകത്വം എന്ന തത്വത്തിൽ അധിഷ്ഠിതമായി ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സ്വാതന്ത്ര്യം അനുവദിച്ച സംസ്കാരമാണ് ഭാരതത്തിൻ്റേത്. നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ഭംഗം വരുത്തുന്ന രീതിയിൽ ഓരോ വ്യക്തിക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് ജീവിക്കാനും പ്രചരിപ്പിക്കാനും ഭാരതത്തിൻ്റെ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. നൂറ്റാണ്ടുകളായി മിഷണറി പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ ഉള്ളവരുടെ ഉന്നമനത്തിനായി ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹിക മേഖലകളിൽ ക്രൈസ്തവർ നൽകിയ സംഭാവനകൾ പാടെ തമസ്കരിച്ച് അതിനെ കേവലം മതവിഷയം മാത്രമാക്കി ചുരുക്കുന്ന വർഗീയ അജണ്ടകൾ തികച്ചും ദൗർഭാഗ്യകരമാണ്. രാഷ്ട്ര നിർമ്മാണത്തിൽ ക്രൈസ്തവരുടെ പങ്കിനെ വിസ്മരിച്ചുകൊണ്ട് നമുക്കെതിരെ വിവേചനങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും നടക്കുന്നതും നമ്മുടെ വൈദികർക്കും സമർപ്പിതർക്കും അൽമായ പ്രേഷിതർക്കും സഞ്ചാര സ്വാതന്ത്ര്യം പോലും പലയിടങ്ങളിലും നിഷേധിക്കപ്പെടുന്നതും മൗലികാവകാശങ്ങളുടെ ലംഘനമാണ്. മിശിഹായുടെ സ്നേഹത്തെ പ്രതി തങ്ങളുടെ ജീവിതങ്ങൾ സഭയ്ക്കും സമൂഹത്തിനുമായി സമർപ്പിക്കുന്ന എല്ലാ പ്രേഷിതരെയും സിറോ മലബാർ സഭ അഭിമാനത്തോടെ ഓർക്കുന്നു. മിശിഹായിൽ നാം എല്ലാം ഒന്നാണ് എന്നതാണല്ലോ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായുടെ ആപ്തവാക്യം. ഒരേ സഭയിൽ നാം എല്ലാം ഒന്നായിരിക്കുന്നതാണ് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപതകൾ സ്ഥാപിക്കാനും അജപാലന സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും സാധിച്ചപ്പോഴും പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തെ സംബന്ധിച്ച് നിലനിന്നിരുന്ന വ്യത്യസ്തതകൾ നമ്മുടെ ഐക്യബോധത്തെ ദോഷകരമായി ബാധിച്ചിരുന്നു. ഇതിന് പരിഹാരമായിട്ടായിരുന്നു സിനഡ് തീരുമാനിച്ചതും ശ്ലൈഹിക സിംഹാസനം അംഗീകരിച്ചതുമായ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കാൻ സഭ ആഗ്രഹിച്ചത്. അതിന് പ്രകാരം ഏകീകൃത കുർബാന അർപ്പണ രീതി പൂർണ്ണമായി നടപ്പിലാക്കിയ രൂപതകളെയും ഇടവകകളെയും സഭ നന്ദിയോടെ അനുസ്മരിച്ചു. പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സിറോ മലബാർ സഭയിൽ ഉടനീളം മാറ്റമില്ലാതെ തുടരേണ്ടതാണ്. 2025 ജൂൺ 26 എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മാത്രമായി നൽകപ്പെട്ട സർക്കുലർ ഈ തീരുമാനത്തിൻ്റെ തുടർച്ചയാണ്. പ്രസ്തുത സർക്കുലർ പ്രകാരം ഞായറാഴ്ചകളിലും കടമുള്ള മറ്റ് ദിവസങ്ങളിലും ഏകീകൃത രീതിയിൽ ഒരു വിശുദ്ധ കുർബാന വീതം ചൊല്ലിത്തുടങ്ങിയ അതിരൂപതയിലെ വൈദികരെ സിനഡ് നന്ദിയോടെ ഓർമ്മിക്കുന്നു. ഏകീകൃത കുർബാന അർപ്പണ രീതി ഘട്ടം ഘട്ടമായി നടപ്പിലാക്കി ഐക്യത്തിലേക്ക് വളർത്താനുള്ള ഉത്തരവാദിത്തം മേജർ ആർച്ച് ബിഷപ്പിനെയും അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള വികാരിയെയും സിനഡ് ചുമതലപ്പെടുത്തി. ആരാധനാക്രമത്തിലെ അനൈക്യം നമ്മെ എല്ലാവരെയും ഏറെ വേദനിപ്പിക്കുന്നു. ആരെയും മുറിപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ഐക്യം സാധ്യമാക്കാനാവാത്തതിനാൽ പരസ്പരം മുറിപ്പെടുത്തുന്നവരാകാതെ സുഖപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ഏകീകൃത ആരാധനാക്രമത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്ന ഭിന്നതകൾ പരിഹരിക്കാനുള്ള ആദ്യ വഴി പരിശുദ്ധ റൂഹായെ ശ്രവിച്ച് സഭയ്ക്ക് വിധേയപ്പെടുകയും വ്യക്തികളും സമൂഹങ്ങളും തമ്മിലുള്ള അനുരഞ്ജനം സാധ്യമാക്കുകയുമാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടവും മകുടവുമാണ് പരിശുദ്ധ കുർബാന. നമ്മുടെ കർത്താവ് പാപികളും അയോഗ്യരുമായ നമ്മിലേക്ക് കടന്നുവരുന്ന അമൂല്യ നിമിഷങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ നാം അനുഭവിക്കുന്നത്. അത്യാദരവോടും ഭക്തിയോടും കൂടെ വേണം പരിശുദ്ധ കുർബാനയെ സമീപിക്കാൻ. നമ്മുടെ സഭയിൽ പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായത് നമ്മെ ഏറെ വേദനിപ്പിക്കുകയും അനേകർക്ക് ഉതപ്പിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് മാനുഷികമായ പരിഹാരങ്ങൾ അപര്യാപ്തമാണെങ്കിലും
വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ വളരാനും പരിശുദ്ധ കുർബാനയ്ക്ക് നേരെയുണ്ടായ അവഹേളനത്തിന് പരിഹാരം ചെയ്യാനുമായി 2025 സെപ്റ്റംബർ 12 വെള്ളിയാഴ്ച സിറോ മലബാർ സഭ മുഴുവനിലും 1 മണിക്കൂർ വിശുദ്ധ കുർബാനയുടെ ആരാധന നടത്താൻ ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. സഭാജീവിതത്തെ പുതിയ കാലത്തിനനുസരിച്ച് നിർവചിച്ച സുപ്രധാനമായ ഒരു കാൽവെപ്പായിരുന്നു 2023-24 വർഷങ്ങളിൽ റോമിൽ നടന്ന സിനഡാലിറ്റിയെക്കുറിച്ചുള്ള സിനഡ് സമ്മേളനങ്ങൾ. സഭയിൽ നാം എല്ലാവരും സഹയാത്രികരാണെന്നുള്ള തിരിച്ചറിവോടെ ക്രിയാത്മകമായ ശ്രവണത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും വേദികളാക്കി സഭാ ഘടകങ്ങളെ മാറ്റാനുള്ള മാർഗങ്ങളെക്കുറിച്ച് സിനഡ് പഠിക്കുകയും വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടത്തി സാധിക്കുന്നവരെയെല്ലാം ശ്രവിച്ച് അനുയോജ്യമായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ രൂപതകളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. സിറോ മലബാർ സഭയുടെ വളർച്ചയിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് കേരളത്തിന് പുറത്ത് 4 പുതിയ മെത്രാപ്പോലിത്തൻ പ്രവിശ്യകൾ രൂപീകരിക്കാനും ശംഷാബാദ് രൂപതയുടെ വിസ്തൃതമായ പ്രദേശങ്ങളെ അജപാലന സൗകര്യം പരിഗണിച്ചുകൊണ്ട് മറ്റ് രൂപതകളുമായി കൂട്ടിച്ചേർത്ത് അവരുടെ അതിർത്തികളെ പുനർനിർണ്ണയിക്കാനും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അനുവാദത്തോടെ നമുക്ക് സാധിച്ചു. ഭാരതം മുഴുവനിലും അജപാലനാധികാരമുണ്ടായിരുന്ന മാർത്തോമാ നസ്രാണികളുടെ പുരാതനമായ സഭാഘടനയിലേക്കുള്ള സുപ്രധാനമായ ചുവടുവെപ്പാണിത്. പുതിയ മെത്രാപ്പോലിത്തൻ പ്രവിശ്യകളായി ഉയർത്തപ്പെട്ട ഫരീദാബാദ്, ഉജ്ജയിൻ, കല്യാൺ, ശംഷാബാദ് എന്നീ അതിരൂപതകൾക്കും അവയുടെ അധ്യക്ഷന്മാരായ മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര, മാർ സെബാസ്റ്റ്യൻ വടക്കേൽ, മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ, മാർ പ്രിൻസ് ആൻ്റണി പാണയങ്ങാടൻ എന്നിവർക്കും പ്രാർത്ഥനാശംസകൾ നേരുന്നു. പ്രിയപ്പെട്ടവരെ, സിറോ മലബാർ സഭ ഒരു തികഞ്ഞ പൗരസ്ത്യ സഭയാണെന്നും പുരാതനമായ അതിൻ്റെ പൈതൃകങ്ങൾ സൂക്ഷിച്ചുകൊണ്ടാണ് സാർവത്രിക സഭയിൽ അതിൻ്റെ ദൗത്യം നിറവേറ്റേണ്ടതെന്നുമുള്ള ബോധ്യത്തിൽ നാം വളരേണ്ടതുണ്ട്. പൗരസ്ത്യ സഭകളുടെ ജൂബിലി ആഘോഷ അവസരത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ പാപ്പ ഇപ്രകാരം പറഞ്ഞു: പൗരസ്ത്യ സഭകൾക്ക് സാർവത്രിക സഭയ്ക്ക് നൽകാൻ കഴിയുന്ന സംഭാവനകൾ വളരെ വലുതാണ്. നിങ്ങളുടെ ആരാധനാക്രമത്തിൽ സജീവമായി നിലനിൽക്കുന്ന ദിവ്യ രഹസ്യാത്മകതയുടെ ഭാവങ്ങൾ വീണ്ടെടുക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. മനുഷ്യനെ അവൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുന്ന രക്ഷയുടെ സൗന്ദര്യത്തെ പ്രകീർത്തിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം മാനുഷിക ബലഹീനതയെ എങ്ങനെ ആശ്ലേഷിക്കുന്നു എന്നതിൽ അത്ഭുതബോധമുണർത്തുന്ന പൗരസ്ത്യ ആരാധനാക്രമ പാരമ്പര്യങ്ങളെ വീണ്ടെടുക്കുകയും നിലനിർത്തുകയും ചെയ്യണം. പ്രായോഗികതയിലൂടെയോ സൗകര്യത്തിൻ്റെയോ പേരിൽ അവയെ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ സഭയുടെ പൗരസ്ത്യ തനിമയും ആരാധനാക്രമത്തിൻ്റെ വൈശിഷ്ട്യവും പഠിക്കാൻ നാം തയ്യാറാകുമ്പോൾ ഐക്യശ്രമങ്ങൾ ഫലവത്താകും എന്നത് തീർച്ചയാണ്. വെല്ലുവിളികളുടെ നടുവിൽ കരുത്തോടെ പ്രകാശിച്ച ചിത്രമാണ് നമ്മുടെ സഭയുടേത്. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷ സന്ദേശം അറിയിക്കാൻ വിളിക്കപ്പെട്ട നമുക്ക് വിശ്രമമില്ലാതെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ദൈവവചനത്തിലും കൂദാശകളിലും നിന്ന് ശക്തി സംഭരിച്ചുകൊണ്ട് കൂട്ടായ്മയിൽ വളർന്ന് സഭയുടെ ദൗത്യത്തെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മാർ യൗസേ പിതാവിൻ്റെയും മാർ തോമാസ് ലീഹായുടെയും സകല വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥ്യവും അനുഗ്രഹവും നമ്മോടും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടുമൊപ്പം ഉണ്ടായിരിക്കട്ടെ. മാർ റാഫേൽ തട്ടിൽ, സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്.